അളിയോ ഇത് മെസ്സേജ് പോയിക്കണേ എന്നാന്നറിയാമോ? എന്നാന്ന് വല്ലതും പറഞ്ഞു അവള്? ഇന്നലെയാണ് മെസ്സേജ് പോയേക്കണേ. ഇന്നലെ എത്ര മണിക്കാണ് മെസ്സേജ് പോയേക്കണെന്ന് അളിയന് അറിയാമോ? 12:15 മണിക്ക്, 12:15 ഉച്ചയ്ക്ക്. ഉച്ചയ്ക്കോ? ഉച്ചയ്ക്ക് 12:15. ഉച്ചയ്ക്ക് 12:15 മെസ്സേജ് അയച്ചൂടെ? ഓ എടാ പോങ്ങ, ഇന്നലെ 11:30 മുതൽ 1:30 മണി വരെ നമ്മൾ രണ്ടും കൂടി ഇവിടെ ഇരിക്കുമല്ലായിരുന്ന? അപ്പൊ ഈ ഫോൺ എവിടെയായിരുന്നു നിനക്ക് ഓർമ്മയുണ്ടോ? ഒന്ന് ഓർമ്മിച്ച് നോക്ക്. തക്കിളിമോളെ നീ വിട്ടേ. നീ ഇതെടുത്ത് വെച്ചിട്ട് കൊണ്ടുപോകണല്ലേ? എനിക്ക് അമ്മയെ കാണാതിരിക്കാവില്ല. എനിക്ക് അമ്മയെ കാണാതിരിക്കാം. ഞാനാ നോക്കട്ടെ, മുഖം നോക്കട്ടെ. ഡാഡി എവിടെയെങ്കിലും പോണേ പറ, എനിക്ക് ഡാഡിയെ കാണാതിരിക്കാൻ വയ്യോ. നാളെ മാത്സിന്റെ പരീക്ഷ ഉണ്ട് അവർക്ക്. ഇവിടെ ഇരുന്ന് നല്ലോണം അപ്പനും മോളും കൂടി പഠിച്ചു. കണക്കാണ്. അമ്മ നോക്കി ഇങ്ങോട്ട് നോക്കി. അമ്മ വരുമ്പോ ലഡുവോ? കുടുംബശ്രീക്ക്. അതല്ല, ഇതെന്താന്ന്? ഇത് ഫ്ലവർ വൈസ്. മീറ്റിങ്ങിന് മേശപ്പുറത്ത് വെക്കാൻ വാടകയുണ്ട് 100 രൂപ. പഠിക്കണായിരുന്നു. ക്ലീറ്റോ, നീ ക്ലീറ്റോ കണ്ട വഴി ഇറങ്ങി പോരുള്ള പഠിപ്പിച്ചോളാം. കണക്ക് അതന്നെ പറഞ്ഞ കണക്കാ. എഴുതി പഠിക്കണം, കണക്കാണ്. ഇങ്ങോട്ട് വാ. ഞാൻ അങ്ങോട്ട് വന്ന് ശരിയാവില്ല. അവള് പഠിത്തമൊക്കെ മതിയായിക്കളാ. നീ വാ, കാര്യം സംസാരിക്കാനാണ്. ഇങ്ങോട്ട് വാ, സംസാരിക്കണല്ലേ. അതായത് ഇന്നലെ ഒരു വിഷയം ഉണ്ടായി. ഞാൻ മാവേലിത്തറയിൽ അമ്മയെ കൊണ്ടാക്കാൻ വേണ്ടി പോയല്ലോ. ഇന്നലെ ഇരിപ്പുണ്ടല്ലേ തക്കളി, നിനക്ക് ഞാൻ ഉണ്ടല്ലോ. നിന്നോട് ആരാടി പറഞ്ഞു ഡാഡിയുടെ ഫോൺ എടുക്കാൻ? എടുത്തതല്ല, തന്നതാ. നിങ്ങളോട് ഞാൻ എന്തെന്നും പറഞ്ഞു ഇവിടുന്ന് പോയത്? കൊച്ചിനെ പഠിപ്പിക്കാനല്ലേ, അല്ലാതെ ഫോൺ എടുത്ത് കൊടുക്കാനാണ് പറഞ്ഞത്. അല്ല, അത് തന്നെ അവള് മാത്സിൽ ഒരുപാട് സംശയം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നീ വന്നിട്ട് ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ അപ്പോഴും പറഞ്ഞോട് കൊടുക്കല്ലേ. എപ്പാ? അപ്പോ നീ കൊടുക്കുമ്പോ ഞാൻ അവിടെ ഇരുന്ന് എന്നെ അളിയനാണ് ഇങ്ങോട്ട് വിളിച്ചൊരു കാര്യം സംസാരിക്കണം. നീ കൊച്ചിൻ്റെ കയ്യിൽ ഫോൺ കൊടുത്തിട്ട് വന്നാണ് അത് ശല്യം ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അല്ലെങ്കിൽ അവർക്ക് എപ്പോഴും ഉള്ളതാ ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുന്ന കളി. 24 മണിക്കൂർ ഫോണിലോട്ട് നോക്കിക്കൊണ്ടിരിക്കും. നിനക്ക് കളിക്കാനാണ് ഫോൺ മേടിച്ച് വെച്ചേക്കണേ? അമ്മ എന്തുകൊണ്ട് അതിനകത്ത് തൊടില്ലാത്തത്? അതാകെ പ്രശ്നമുള്ള ഫോണാ. എന്തെങ്കിലും തൊട്ട് അത് അങ്ങോട്ട് പോകും. നീ മേലെല്ലാം എടുത്തിട്ടുണ്ടെങ്കിൽ അറിയാടി. നീ പോട്ടെ വെറുതെ നീ കൊച്ചിനെ വഴക്ക് പറയാൻ കണ്ട. വഴക്കോറല്ല, കൊല്ലോ വേണ്ടത്. വലിയ ആൾക്കാർ തമ്മിൽ ഇടി ഉണ്ടാവും ഇങ്ങനെ ആവുമ്പോ. അതാണ് ഞാനിപ്പോ അത് ആലോചിച്ചായിരിക്കണേ. ഇനി ആ കോമളനെ അറിഞ്ഞ ആകെ പ്രശ്നമാവും. എന്തായാലും സ്ത്രീ വിളിച്ച് കാര്യം പറയണം. ആര് പറയൂ? നീ പറയണല്ലോ. ഞാൻ എന്നെ പോലെ ഒരാൾ വിളിച്ച് ചോദിച്ചാൽ അതൊക്കെ മോശം. അബദ്ധം പറ്റിയതാണെന്ന് പറഞ്ഞാ പോരെ? അത് അളിയ ശരി. അളിയനുമായിട്ടല്ലേ ഇവിടെ വന്ന് സംസാരിക്കും. അളിയൻ വിളിക്കളിയ. എന്നാ പിന്നെ തങ്കത്തിനോട് ഞാനോ? എനിക്ക് അവരെ അറിയാൻ കൂടിയില്ല. ഞാൻ പരിചയപ്പെടാമല്ലോ. പിന്നെ പരിചയപ്പെടാം. എന്ത് കാര്യത്തിന് കാണിക്കേണ്ട പെണ്ണുങ്ങളുടെ ഒക്കെ ഫോൺ നമ്പർ അതിനകത്ത് സേവ് ചെയ്ത് വെക്കണം. അത് അവൻ എന്നോട് പറഞ്ഞു എന്റെ നമ്പർ കിട്ടിയില്ലെങ്കിൽ സാറേ എന്റെ വൈഫിന്റെ നമ്പർ കൂടെ തരാം, അതുകൂടെ സേവ് ചെയ്തിട്ടോളാം പറഞ്ഞു. അങ്ങനെ ഞാൻ അടിച്ചിട്ടതാ. എന്നാ പിന്നെ നല്ലതെന്ന് അറിയോ? കൊച്ചിനെ കൊണ്ട് പറയിക്കാണ്. ആ ഫോൺ വിളിക്കും. ഇടാലി പറയൂ, ഉണ്ടായ കാര്യം പറയാം. റിങ്ങുണ്ട്. ഹലോ ആൻറ്റി, ഞാൻ
ക്ലീറ്റോ ഡാഡിയുടെ മോള് തക്ലിയ. പിന്നെ ആ മെസ്സേജ് അയച്ചത് ഡാഡി അല്ല, ഞാനാ. അറിയാതെ പറ്റിയതാ. ആ ഒരു വാവയുടെ ഒരു പിക്ചർ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ വിചാരിച്ചു വാവയാന്ന് വിചാരിച്ച് ഹായ് അടിച്ചു. അപ്പോൾ അവിടെ നിന്നും തിരിച്ച് ഹായ് അടിച്ചു. അപ്പം ഞാൻ വാവയാന്ന് വിചാരിച്ച് കുറേ വിശേഷങ്ങളൊക്കെ ചോദിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു ഭയങ്കരമായിട്ട് കൂട്ടുകൂടിക്കാണോ എന്ന് വിചാരിച്ചാൽ അത് അയച്ചത് ആൻറ്റിയാന്ന് ഞാൻ അറിഞ്ഞില്ല, വാവയാണെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു ഭയങ്കര കൂട്ടുകൂടിയെന്ന് വിചാരിച്ചു. ഞാൻ അയച്ചു ഞാൻ ഇവിടെ ഒറ്റയ്ക്കാ, എനിക്ക് കൂട്ടിന് വരാമോ എന്നൊക്കെ അയച്ചു. സോറി, ഇനി ഞാൻ അങ്ങനെ ചെയ്യില്ല. അമ്മയ്ക്ക് കൊടുക്കാം. ഹലോ, അതെ അതെ, തങ്കവാ. അത് കൊച്ചറിയാതെ അറിഞ്ഞില്ല, അവൾ ആ ഫോട്ടോ കണ്ടപ്പോൾ അങ്ങനെ വിചാരിച്ചു. ഉണ്ട്, ക്ലീറ്റ് ഇവിടെ ഉണ്ട്. ആകെ വിഷമിച്ചിരിക്കുകയാണ്, അറിയാതെ പറ്റിപ്പോയതാട്ടോ. ശരി, സോറി. ഓക്കെ, ശരി. ഇഷ്ടമാണ് എൻ്റെ പൊന്നളിയോ. ഇനിയെങ്കിലും കാള പറ്റുമെന്ന് കേട്ട ഉടനെ കയറെടുത്ത് കളയല്ലേ. ഓടുന്നു.